ഇതൊരു ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തെങ്കിലും കൃത്രിമം കാണിക്കുകയോ വ്യാജം പ്രവർത്തിക്കുകയോ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇതിലൊരു വർഗീയതയുടെ എലമെൻ്റ് ഉണ്ട്. സമൂഹത്തിൽ വലിയ കാലുഷ്യം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനമാണ്. ഇതൊരു CPM എന്നൊരു പാർട്ടിയുടെ പൊതു സ്വഭാവമായി നമ്മൾ കാണുമ്പോൾ അതല്ല, പാർട്ടി വിശദീകരിക്കുന്ന പോലെ ഒരു അപവാദം, ഇത്തരം വ്യാജന്മാർ പാർട്ടിയെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നായിരിക്കും. അല്ല, ഇത് CPM-ൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ അവർ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സംസ്ഥാനാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടയുടെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് വലിയ ഉത്തരവാദിത്തമുള്ളൊരു പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ ഭരണത്തിൽ 57 മുതലുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ കേരളത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ വർഗീയത എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ പാർട്ടിയിൽ സമീപകാലത്ത് വളർന്നു വന്നിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് വർഗീയതയെ തങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടിയിട്ട് എന്ത് വില കൊടുത്തും വിജയിക്കുക എന്നുള്ളതിന് വേണ്ടി വർഗീയതയെ ഉപയോഗിക്കാനുള്ള പ്രവണത പാർട്ടിയുടെ പല തലങ്ങളിലും ഇപ്പോൾ കാണുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്, പാർട്ടി അംഗീകരിച്ചുള്ളതാണ്. പലപ്പോഴും അവരുടെ റിവ്യൂ റിപ്പോർട്ട്സുകൾ, പ്രത്യേകിച്ച് റെക്ടിഫിക്കേഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ റിപ്പോർട്ട്, അതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പാർട്ടിയുടെ പല തലങ്ങളിലും ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ തരം പ്രവണതകളെക്കുറിച്ച് പാർട്ടിക്ക് തന്നെ ബോധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു പാർട്ടി ബോധപൂർവം നടപ്പിലാക്കുന്ന ഒരു അജണ്ടയാണെന്ന് കരുതില്ല. പക്ഷേ പാർട്ടിയുടെ ലീഡർഷിപ്പുള്ള ആളുകൾ, സംസ്ഥാന കമ്മിറ്റിയുള്ള ആളുകൾ, ഉയർന്ന പദവികളിരുന്ന ആളുകൾ, MLA പദവി ഇരുന്ന ആളുകൾ, ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു എന്താ പറയുക തികച്ചും വർഗീയമാണ്, ആപൽക്കരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം ഫോർവേഡ് ചെയ്യുകയും അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല എന്നതിൻ്റെ അർത്ഥം അവരൊന്നുകിൽ ഈ തരത്തിലുള്ള ഈ ഒഴുക്കിനനുസരിച്ച് നീന്താൻ അവർ തയ്യാറെന്നും, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ബോധത്തിന് എന്തോ കാര്യമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർ വിട്ടുപോയിരിക്കുന്നു. ഇതെന്താണെന്ന് അവർ അന്വേഷിക്കേണ്ടത്. കാരണം പാർട്ടിക്കകത്ത് തന്നെ അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട്. പാർട്ടി തന്നെ അതിനെക്കുറിച്ച് നേരത്തെ TP ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞു. TP ചന്ദ്രശേഖരൻ്റെ കേസിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. TP ചന്ദ്രശേഖരൻ്റെ കേസിൽ ഇവർ ഒരു സമീപകാലത്ത് ഹൈക്കോടതിയിൽ ഒരു അപ്പീലുമായിട്ട് പോയിരുന്നു. അപ്പീൽ പോയിട്ട് ഹൈക്കോടതി നോക്കിയ സമയത്ത് നിന്നുണ്ടായത് 2 പ്രധാനപ്പെട്ട ഏരിയ കമ്മിറ്റി മെമ്പർമാരെ കൂടി ഇപ്പോൾ ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. നേരത്തെ വിട്ടയച്ചതാണ്. കീഴ്ക്കോടതി കാര്യമായിട്ട് തെളിവൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടയച്ച 2 വിദ്വാന്മാർക്ക് ഇപ്പം ശിക്ഷ കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. ഇതാണ് അവസ്ഥ. എന്നാൽ അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ഗുരുതരമായിട്ട് അന്വേഷണം ജുഡീഷ്യൽ തലത്തിലോ പൊതുസമൂഹത്തിൻ്റെ തലത്തിലോ കൂടുതൽ അന്വേഷണങ്ങൾ വരുമ്പോൾ പാർട്ടി കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയാണ്. ഈ ഒരു റിയാലിറ്റിയാണ് കാണേണ്ടത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇവരതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു സെൽഫ് ക്രിട്ടിക്കലായിട്ട് പരിശോധിക്കുകയും കർശനമായ നടപടികളിലേക്ക്, ഗോവിന്ദമാഷ് പറഞ്ഞിരിക്കുന്നു ഇത്തവണ അതിഗംഭീരമായ നടപടിയായിരിക്കുന്നു, എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അത്തരം നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ ഈ പാർട്ടിയെ സംബന്ധിച്ചുള്ള ആ പാർട്ടി വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോവും. കേരളീയ സമൂഹത്തിന് അതൊരാപത്താണ്. പക്ഷേ പാർട്ടിക്ക് തന്നെ അതൊരാപത്ത്. ജനങ്ങൾ അവരെ തിരിച്ച് വരാൻ കഴിയാത്ത വിധം റിജക്റ്റ് ചെയ്ത് കളയും. ബംഗാളിൽ സംഭവിച്ച അവസ്ഥ കേരളത്തിലുണ്ടാവും.